സഹൃദയരെ, രാജസേനൻ അവറുകൾ തന്നെ സംവിധാനം ചെയ്ത് രാജസേനൻ അവറുകൾ തന്നെ അഭിനയിച്ച് ഒപ്പം കൾട്ടിനെ മലം കൾട്ടാക്കാൻ കയ്യിൽ ആശിനെയും കൂടി ചേർത്ത് ഇറക്കിയ പടമാണിത്. അപ്പൊ തുടങ്ങാൻ ഗൈസ്. നമ്മളിന്ന് പറക്കാൻ എഴുതിയിരിക്കുന്നത് ഒരു സ്മോൾ ഫാമിലി എന്ന സിനിമയാണ്. സുപ്രഭാതത്തിൽ ഇതാ ഒരു നല്ല ദോശ പൊരിക്കുന്ന അമ്മയെ കാണിച്ചുകൊണ്ട് ഷോട്ട് ആരംഭിക്കുന്നു. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി കോളേജിൽ പോകാൻ നിൽക്കുന്ന മകൾ. വീട്ടിൽ അലാറമോ അലങ്കാര വസ്തുക്കളോ ഇല്ല. അലമ്പിനും അലങ്കാരത്തിനും അലമുറക്കേടിനും നേരെ ഓപ്പോസിറ്റ് ഒരു വിദേശ മദ്യസോപ്പുണ്ട്. അവിടെ ആവശ്യത്തിലധികം മദ്യപാനികളും അവരുടെ അഴിഞ്ഞാട്ടങ്ങളും. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ സേന നീറ്റാണ്. ഒരു ചായ പോലും വിരലിട്ടാ പിന്നെ കുടിക്കൂല. പിന്നെ ഇത് അവിടുത്തെ ഒരു പ്രമുഖ കുടിയൻ അത്ര. ബിവറേജിന്റെ മുന്നിൽ ജീവിക്കുന്ന ഇവർ അച്ചാറ് വാങ്ങാൻ പക്ഷേ ഈ വീട്ടിലെ വരും. ഈ സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുടിയന്മാർക്ക് 90 അടിക്കാൻ 90 രൂപ കൊടുക്കുന്ന ഒരു കഥാപാത്രം. അന്നൊക്കെ ഒരു 90 അടിക്കണമെങ്കിൽ 90 രൂപ മതിയുടെ. ഒരു കുപ്പി ഗ്ലാസ് കൊണ്ട് ചെന്ന് വേടിച്ച് മതത്തിൽ നിന്ന് ഒരു 10 ചോദിക്കുന്ന മറ്റൊരു കഥാപാത്രം. ഇതെല്ലാം കണ്ടിട്ടും പ്യുവർ വെജായി കഴിയുന്ന മറ്റൊരു കഥാപാത്രം. ഈ കുടിയന്മാരെ ശല്യം കാരണം മകളെ പോലും കൂടെ വെച്ച് മറച്ചാണത്ര ബസ് കയറ്റി വിടാറ്. പക്ഷെ വീട്ടിൽ വന്ന അച്ചാറ് പപ്പടവും കൊടുക്കുകയും ചെയ്യും. ഇവിടെ കുടിയന്മാരെ പോലെ സ്നേഹമുള്ള മനുഷ്യരെ ലോകത്തെവിടെയും കിട്ടും. അതുകൊണ്ടല്ലേ സർക്കാർ അവരെ ഇങ്ങനെ വളർത്തണം. ഗൈസ്, മീറ്റ് മിസ്റ്റർ കിഷോർ, ഈ സിനിമയിലെ നായകൻ. ഇദ്ദേഹത്തിനെ അടിച്ച പിന്നെ നാക്ക് വഴങ്ങുന്നത്. നമ്മുടെ കൈലാഷ് അവർക്ക് എന്തോ രാജസേന അവറുകളോട് പറയാനുണ്ട്. അങ്ങനെ ബിവറേജിന്റെ മുന്നിൽ തടഞ്ഞു നിർത്തി അത് പറയാൻ ശ്രമിക്കുമ്പോൾ ഓടിപ്പോയി തട്ടിക്കളഞ്ഞ് ബസ്സിൽ കയറും. ഇനി രാജസേന ആരാണെന്നല്ലേ? രാജസേന ഒരു സബ് രജിസ്ട്രാർ. അതൊന്ന് നേരെ പറഞ്ഞു കൊടുത്താണ്. സോറി ഗൈസ്, നമുക്ക് രണ്ടുപേർക്കും അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് തെറ്റി. ഇനി നിങ്ങൾ പറ. ഗൈസ്, നമ്മുടെ കൈലാഷേട്ടൻ സബ് ഓഫീസിൽ വന്നിട്ട് അദ്ദേഹത്തെ കാണുമെന്ന് പറയുമ്പോൾ പ്യൂൺ പിടിച്ച് പുറത്താക്കും. പക്ഷേ നമ്മുടെ അളിയന്റെ കയ്യിൽ വേറൊരു ടെക്നിക് ഉണ്ട്. നേരെ പാന്റിന്റെ സിബ് പറഞ്ഞ് നിക്കറിനകത്തോട്ട് കൈയിട്ട് എന്തൊരു ചൈതന്യം ആ മുഖത്തോട്ടൊന്ന് നോക്കിയാണ് ഗൈസ്. പൂച്ച മീൻ കടിച്ചോണ്ടിരിക്കണ കല്യ മുഖം ഇരിക്കുന്നത്. സ്വന്തമായിട്ട് വാ കൊണ്ട് ബീജിയം വരെ ഇടുന്നത്. അവിടുന്ന് സീൻ കട്ടെ ഓംലെറ്റ് അടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് 2 മുട്ടയും കൊണ്ട് വരുന്ന ഒരു കുടിയനെ കാണിക്കുന്നു. അടിച്ചതിന്റെ കിതപ്പ് മറ അച്ചാർ തരുമെന്ന് ചോദിച്ചു വരുന്ന മറ്റൊരു കുടിയനെ കാണിക്കുന്നു. ഭാര്യയുടെ ഈ പ്രവൃത്തിയൊന്നും യോജിക്കാതെ മുഖം തിരിച്ച് നടന്നു പോകുന്ന രാജസേനെ കാണിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തെ സീനിൽ കിഷോറും രാജസേനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോ അവിടെ നമ്മുടെ കൈലാഷേട്ടൻ അദ്ദേഹത്തിന്റെ രാജകുടുംബത്തെ പറ്റി പറയുകയാണ്. ഫാമിലിയിൽ 3 അമ്മാവന്മാരും ഒരു അപ്പൂപ്പനും ഒരു അമ്മയും ഒരു അനിയത്തി ഒഴികെ ബാക്കി എല്ലാവരും മദ്യത്തിനാലും മാമോദീസ് മുക്കിയവരത്രേ. ഇത് നമ്മൾ കാണുമ്പോൾ രാജസേനോട് പറയുന്നത് രാജാവിന്റെ മക്കൾ എന്നാണ്. പെട്ടെന്ന് അതാ സീൻ കട്ടായി ഒരു കോളേജിലെ ഫാഷൻ ഷോയിലേക്ക്. ആദ്യമായി നിങ്ങളുടെ മനം കവരാനെത്തുന്നു ക്രിസ്റ്റി ജോസഫ്. ബ്യൂട്ടി എന്നാൽ വെറും ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമല്ലെന്ന് വിളിച്ചു പറയുന്ന ഒരു സ്മാർട്ട്. ആദ്യത്തെ കണ്ടസ്റ്റന്റ് വന്നതും ആൾക്കാർ എല്ലാരും കൂടി ഇരുന്ന് ഭയങ്കര കൂവലി. ബ്യൂട്ടി എന്നാൽ വെറും ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമല്ലെന്ന് ആദ്യമേ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇന്നങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ഒരു സീൻ സിനിമയിൽ വെച്ചിരുന്നെങ്കിൽ ഫെമിനിസം ഇളകിയേനെ, തിയേറ്റർ കത്തിയേനെ, കേരള ഉരുകിയേനെ, ചാനലുകളിൽ ചർച്ചയായേനെ. ഒന്ന് നോക്കൂ, 2010ലെയും 2025ലെയും ഹ്യൂമർ സെൻസ് എവിടെയാണെന്ന് നിൽക്കുന്നതെന്ന്. The real beauty, Jyoti. Yes, Jyoti Raj. Yes, Roji Baji, the real beauty. സാരി ഇങ്ങനെ ഒരു കയ്യിൽ പിടിച്ച് പറത്തിക്കൊണ്ട് വരും. അത് കണ്ട് ഉമ്മാരൊക്കെ കൈയടിക്കും. അന്നത്തെ ബ്യൂട്ടി സങ്കല്പങ്ങളെ. Next, Hema. Yes, the perfect model. Yes, Hema, the perfect model. അല്ല, ഓരോ ആൾക്കാർ വരും, ഓരോരുത്തർ വന്ന് അനൗൺസ് ചെയ്യും. പഴയ VCRന്റെ കാസറ്റിൽ ഇടുന്ന ഫിലിം എടുത്ത് തലയിൽ ചുരുട്ടി ഇട്ടുകൊണ്ട് പറയുകയാണ് പെർഫെക്റ്റ് മോഡൽ. Mind blowing appearance. Give a big hand to Sarah. Yes, Sarah Kurian on stage. Yes, Sarah Kurian. ലവ് അവിടെ ബാക്കിൽ വെണ്ടക്കണക്ക് നിന്നിട്ട് ഒരു കണ്ടില്ലേ അവൻ. എനിവേ ഗൈസ്, ആ പരിപാടി ഇവ അലമ്പാക്കി. അന്നൊക്കെ ഇങ്ങനത്തെ പരിപാടി അലമ്പാക്കാൻ ഓരോ കുരുത്തം കെട്ടന്മാര് കാണുമല്ലോ. അങ്ങനെ ഒരു കുരുത്തം കെട്ടവനാണ് ഇവൻ. അങ്ങനെ നമ്മുടെ നായികയുടെ മുഖത്തേക്ക് സോറി പറയുകയാണ് ഗൈസ്. അത് കാണുമ്പോ ചെറുതായിട്ട് നമ്മുടെ നായകനോട് ഒരു ക്രഷൊക്കെ അടിക്കുന്നുണ്ട്. മറ്റൊരു ദിവസം ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ ഒരു സ്ത്രീ വന്ന് നമ്മുടെ നായകന്റെ ശരീരത്തിലേക്ക് വീഴുന്നു. അപ്പൊ അത് നായകന്റെ വക 2 ഫിലോസഫി. ഒരു പുരുഷൻ വന്ന് സ്ത്രീയുടെ ദേഹത്തുനിന്ന് സ്ത്രീ വീണാലും അതിന്റെ കേട് പുരുഷനല്ലേ. അതിനിടയിൽ അവിടെ ഇവിടെ ഇരുന്ന് റാൻഡം അപ്പൂപ്പൻ ഇങ്ങനെ പറയും, അതിനൊക്കെ ഒരു യോഗം വേണം മോനെ. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും നമ്മുടെ നായകനോട് ക്രഷ് അടിക്കുകയാണ് ഗൈസ്. മറ്റൊരു അവസരത്തിൽ ഒരു ഐസ്ക്രീം പാർലറിൽ നിന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന നായിക കാണുന്നു. സാധുക്കളായ പിഞ്ചു കുട്ടികൾക്കെല്ലാം ഐസ്ക്രീം വിതരണം ചെയ്ത നായകൻ ഒരു വെയിറ്റർ വന്ന് അതെല്ലാം വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടുകൂടി ഗജനിയിൽ അസിനെ കാണുന്ന സൂര്യയെ പോലെ ആവുകയാണ് നമ്മുടെ നായിക. അതുകൊണ്ട് തീർന്നെന്നാണോ ഒരു റാൻഡം ഓട്ടോക്കാരൻ വന്ന് നായികയുടെ സ്കൂട്ടർ തട്ടിയിട്ട് പോകുമേ. പറഞ്ഞു തീരും മുന്നേ ആ ആട്ടോക്കാരനെ തിരിച്ച് പിടിച്ചോണ്ട് വരും. എന്നിട്ട് അങ്ങനെ കൊണ്ടൊരു സോറിയും പറയിപ്പിക്കും 500 രൂപയും വാങ്ങിച്ചു കൊടുക്കുന്നു. ഇത്തരം ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന ഹീറോയാണ്
ആണെങ്കിൽ അളിന് പക്ഷെ താങ്ക്സ് ഇഷ്ടമല്ല. താങ്ക്സ് കിഷോർ. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. ഈ താങ്ക്സ് പെൺപിള്ളേർക്ക് ഇത് പറഞ്ഞില്ലേ ഉറക്കം വരില്ല. ഓക്കെ ഓക്കെ. താങ്ക്സ് പറഞ്ഞത് അപ്പത്തന്നെ 2 ഡയലോഗ് കൊടുത്തിട്ട് തിരിഞ്ഞങ്ങ് നടന്നു. എന്തൊരു മാസം കൈലാഷാണ് നിങ്ങൾ. പിൽക്കാലത്ത് ഈ സിനിമകളൊക്കെ റോസ്റ്റ് ചെയ്യപ്പെടുന്നു വിചാരിച്ചിരുന്നെങ്കിൽ ഇവർ ഇതൊക്കെ ചെയ്യൂ. അതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. കോളേജിൽ മറ്റൊരു പ്രശ്നം, ബാത്റൂമിലെ മെയിൽ ആൻഡ് ഫീമെയിലിന്റെ ബോർഡ് ആരും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെച്ച കാരണം ഒരുത്തും ബാത്റൂമിൽ വഴിമാറി കയറിയെന്ന്. അത് തന്നെയാ മോശമായി. കുറച്ച് നാളുകൂടി കാത്തിരുന്ന സ്വന്തമായി ഒരാളെ കൊണ്ടുവന്ന് ലൈസൻസ് കൊടുക്കണം. അങ്ങനെ അവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട ഒരു ജഡ്ജിയെ പോലെ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന നായകനോട് നായിക്ക് വീണ്ടും ക്രഷ് അടിക്കുകയാണ് ഗൈസ്. പിന്നെ ഇവര് പരസ്പരം സോറി പറഞ്ഞ് സോൾവ് ആക്കും. അതിനുശേഷം ഒരു പാട്ട്, ഒരു വലിയ പുഴയുടെ തീരങ്ങളിൽ പരസ്പരം തേടുന്ന 2 കമിതാക്കളെ പോലെ അവർ ഓടി തിരിഞ്ഞു വരികയാണ് ഗൈസ്. ഇത്രയൊക്കെ കഥ കേട്ടിരുന്നപ്പോ രാജസേന അവനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് തനിക്ക് ഷുഗർ ആണെന്ന് പറഞ്ഞിട്ട് എണീച്ചങ്ങ് പോകും. ഇതെല്ലാം രാജസേനോട് അവൻ കഥ പറയുന്നതാണ്. നിങ്ങൾ മറന്നുപോയില്ലല്ലോ അല്ലേ? പുള്ളിക്കെന്ന് പറഞ്ഞാൽ ടെൻഷൻ വന്ന അപ്പ പനി പിടിക്കും. ഒരു ചുക്ക കാപ്പി വാങ്ങിച്ചു കുടിച്ചിട്ട് ഭാര്യയുടെ കാര്യം പറയും, മോഡ് സ്നേഹിക്കുന്നത് ഒരു അലവലാദിനെയാണെന്ന്. ഇനി ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. ഇത്രയും നാൾ നടന്ന ഈ നാടകീയ രംഗങ്ങളെല്ലാം കൈലാഷ് ഇവളെ വളയ്ക്കാൻ വേണ്ടി പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ച കാര്യങ്ങളാണ് ഗൈസ്. ഇതെല്ലാം ഒരു ജനലിന്റെ പുറകിൽ നിന്നും മരത്തിന്റെ സൈഡിലൂടെയും വന്ന് നായക കേൾക്കുകയാണ് ഗൈസ്. പോരാഞ്ഞിട്ട് അത് മാത്രമോ ഇവര് കുൽസിതനാണ്. ഒരു ബസ്സിനകത്ത് വെച്ച് ഒരു ആന്റിയുടെ മുതുകിൽ ഇവൻ പടം വരയ്ക്കാൻ ശ്രമിച്ചു. ബസ്സിൽ പന്തം കത്തിച്ച കണക്ക് ഇവര് 4 പേരും നിര നിന്നിട്ട് ഇവ അത് കണ്ടില്ല. ഇല്ല മാഡം, ഞാനൊരു അനാഥന, എന്നെ ദത്തെടുക്കോ? അവിടെ കൊണ്ടും തീരുന്നില്ലെന്ന്. നായകയുടെ സ്കൂട്ടർ ഇടിച്ചിട്ട് കിടന്ന ആ ഓട്ടോക്കാരനില്ലേ, അതുവരെ ഇവൻ പൈസ കൊടുത്ത് സെറ്റ് ചെയ്തതാണെന്ന്. വേറെ നീചനാണ് അവൻ. ഇക്കാരണങ്ങൾ കൊണ്ടല്ലേ ഇവനൊരു അലവലാദിയാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ നായക ആകെ കൺഫ്യൂസ്ഡ് ആണ് ഗൈസ്. ഇവനെ മറക്കണമെന്നുണ്ട് എന്ന് അവന് മറക്കാനും പറ്റുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അമ്മുവിന്റെ അമ്മയ്ക്ക് എന്തോ പറയുന്നുണ്ട് ഗൈസ്. ഇല്ല, അമ്മുനെ ആരും വിശപ്പിക്കൂല. അങ്ങനെ ഇരിക്കാൻ നമ്മുടെ കൂട്ടുകാരൻ രാജസേനോട് പറയുകയാണ്, എന്തായാലും ഇത്തരം വരെ ആയില്ലേ, ആ വീട്ടിലേക്ക് ഒന്ന് പോയി അവിടുത്തെ പരിസരമൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാൻ. അങ്ങനെ അവിടേക്ക് എത്തുന്ന രാജസേനൻ കാണുന്നത് ഒരു TV പ്രോഗ്രാമിന് വേണ്ടി സ്വന്തം ഇന്റർവ്യൂ കൊടുക്കുന്ന ആ കുടുംബക്കാരെയാണ്. ഇവര് സ്പിരിറ്റൊക്കെ കച്ചവടം ചെയ്ത് വളരെ വലിയ കോടീശ്വരായി മാറിയിരിക്കുകയാണ്. ഇന്റർവ്യൂ ഒക്കെ എടുക്കും പത്രത്തിൽ നിന്ന്. കറകളഞ്ഞ മദ്യപാനികളും മദ്യസ്നേഹികളും ആയതിനാൽ തന്നെ ഇവരുടെ പേരുകൾ വരെ മദ്യത്തിന്റേതാണ്. ഇത് ഹെർക്കുലിസ് ആണ്. വിദ്യാഭ്യാസം ഇല്ല, കല്യാണവും കഴിഞ്ഞിട്ടില്ല, ഓരോരുത്തരും 4 ബലാത്സംഗ കേസ്. ഇനി ഇത് നെപ്പോളിയൻ, പുള്ളിക്ക് പല്ലാണ് ആയതൊന്ന്. ഇനി ഇതാണെങ്കിൽ ബിജോയ്സ്, പുള്ളി മാത്രമേ കെട്ടിയിട്ടുള്ളൂ. വരൂ നമുക്ക് ഇനി മൂത്ത അപ്പാപ്പന്റെ CV ഒന്ന് പരിശോധിക്കാം. 68 കുത്തുകേസ്, 12 പിടിച്ചുപറി, 6 സ്പിരിറ്റ് കടത്ത്, 4 ഇത്രയും ക്വാളിറ്റി അഡീഷണൽ സ്കിന്നിലൊക്കെ ഇപ്പൊ ഗോവിന്ദച്ചാമിക്ക് മാത്രമേ ഉള്ളൂ. വേറൊരു കുഴപ്പമുണ്ട് ഗൈസ്, ഇവർക്കൊന്നും രാവിലെ അടിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കും. രാവിലെ കട്ടൻ ചായക്കും പകരം മദ്യം എടുക്കാൻ വേണ്ടി കൈ വിറയ്ക്കുമ്പോ തോർത്തിട്ട് വലിച്ചു മുക്കിയൊക്കെ കുടിക്കണം. പിന്നെ ഗൈസ് ഈ സിനിമയിലാണ് ഐക്കോണിക് സോങ് ഉള്ളത്. കള്ള് കൂട്ടിക്കാൻ കൊള്ളാം, വെള്ളം കൂട്ടിക്കാൻ കൊള്ളാം, കള്ളിന്റെ നെന്തിനീ ലോകം മുത്തച്ഛ. എന്തായാലും ഈ പാട്ട് ഒരു കാലഘട്ടത്തിൽ ട്രെൻഡിങ് ആയിരുന്നു ഗൈസ്. ഇതെല്ലാം കണ്ട് രാജസേനന് പനി പിടിക്കും. അതിനുശേഷം കൈലാസ് ഇവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന പറഞ്ഞ് ഇവളെ ബെഡ്റൂമിൽ കയറി ഒളിച്ചെടുക്കും. അപ്പൊ അവിടെ കുറെ കുടിയന്മാര് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുമേ. രക്ഷപ്പെടാൻ വേണ്ടി കട്ടിലിന്റെ അടിയിൽ കയറുന്ന കൈലാഷിന്റെ മുഖത്തോട്ട് ഉമ്മര് ക്ലോറോഫോം വെച്ച് കഴുകും. ക്ലോറോഫോം അത് കടലമാവടാത്. ഇതെല്ലാം കഴിയുമ്പോ കൈലാസിന്റെ അനിയത്തി നടന്ന സംഭവങ്ങളൊക്കെ അമ്മാവന്റെ അടുത്ത് പറയും. ഇവനൊരു പ്രേമുണ്ട്, പക്ഷെ കുട്ടിക്ക് ഇപ്പൊ ഇഷ്ടമല്ലെന്നൊക്കെ പറയുമേ. നമ്മളെ അമ്മാവനൊക്കെ ആണെങ്കിൽ പഠിച്ചു വലിയ ജോലിയൊക്കെ വാങ്ങിച്ച് വലിയ ആളാവും, നമുക്ക് എല്ലാവരോടൊപ്പം ചോദിക്കാന്നുള്ള മാക്സിമം പറയും. പക്ഷെ ഉമാരങ്ങനൊന്നുമില്ല, ഉമര് നേരെ വീട്ടിൽ കയറി അവളെ തട്ടിക്കൊണ്ടുവരും. 6 ബലാത്സംഗത്തിലും 3 പീഡനക്കേസിലും പ്രതിയായ ഹെർക്കുലിസ് അണ്ണന്റെ അടുത്ത കൊച്ചിന്റെ ബലപ്രയോഗം. എന്നിട്ട് അവരെ വീട്ടിൽ കൊണ്ട് ഈ പൂട്ടിയിടുമേ. പോരാഞ്ഞിട്ട് ബൊക്കയും മാലയും താലിയൊക്കെ വാങ്ങിട്ട് ആളെയും വിടും. ബട്ട് ഇത് കൈലാഷണ്ണ ഇല്ലായിരുന്ന സമയത്താണ് നടന്നതുകൊണ്ട് കൈലാഷണ്ണ വന്നിട്ട് അവളെ തുറന്നു വിടും. വാങ്ങിച്ച ബൊക്കയും മാലയൊന്നും വേസ്റ്റ് ആവണമെന്ന് വെച്ചിട്ട് അതിന്റെ ഇടയിൽ ഊത്തുകാരെ ഇവർ എത്തിച്ചടമാര്. എന്തായാലും മാല വേസ്റ്റ് ആണെന്ന് വെച്ച് പരസ്പരം ഇവർ തന്നെ കല്യാണം കഴിക്കും. ഈ വിവരമൊക്കെ അറിഞ്ഞ രാജസ്നേഹം സാർ കലിപ്പ് പൂണ്ട് വന്ന് ഇവന്റെ മോന്ത കിട്ടണം പൊട്ടിക്കും നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കും ഈ കൈ നീട്ടി ഇന്നേ ആരെയും ഞാൻ അടിച്ചിട്ടില്ല. അതിനുള്ള ഭാഗ്യം നിനക്ക. യവനെ ഞാൻ തല്ലി, എന്റെ മനസ്സുകൊണ്ട് ഒരു വട്ടമല്ല പലവട്ടം. പിന്നെ ഇതിലൊരു പോലീസുകാരന്റെ വേഷത്തിൽ കലാപമണി ഉണ്ട് കേട്ടോ. പുള്ളൊരു കറപ്റ്റ് പോലീസ് ഓഫീസറാണ്. മോളെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് രാജസ്നേഹം സാർ അവിടെ ചെല്ലുമ്പോൾ ലോക്കപ്പിനകത്ത് 2 ബലാത്സംഗം വീരം വരെ കമ്പയറ്റി കറക്റ്റ് കഥയൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങേർക്ക്. എന്നിട്ട് നേരെ വിളിച്ച് ഈ വിഷയം ഒതുക്കി തീർക്ക് 25,000 രൂപ 5 കുപ്പി ബോട്ടിൽ വേണമെന്ന് പറയും. ആ പൈസ വാങ്ങിച്ച് വിഴുങ്ങിട്ട് ആ പ്രശ്നം അവിടെ അങ്ങനെ സോൾവ് ആക്കും. ഒടുവിൽ മകളുടെ ഭാവിക്കായിട്ട് ഒരു ബോൾഡ് മൂവ് അങ്ങ് രാജസ്നേഹം സാർ എടുക്കുകയാണ്. ഒരു ബാർ കയറി രണ്ടെണ്ണം അടിക്കുക. അതായത് നമ്മളെ തോൽപ്പിക്കാനകത്തുള്ള കൂടെ നമ്മൾ അങ്ങ് ചേരണം എന്ന് പറഞ്ഞ പഴഞ്ചൊല്ലില്ലേ, അതുപോലെ ആ ബാറിൽ അദ്ദേഹത്തിന്റെ തൊട്ടപ്പുറത്ത് നമ്മൾ അനിൽ അനിൽ പനച്ചൂരാൻ ഇരിക്കുകയാണ് ഗൈസ്. സംഭവം ഈ ബാറിൽ വെച്ച് കൈലാഷിനെ മീറ്റ് ചെയ്ത് ഒത്തീർപ്പാക്കുന്നതിനുള്ള പ്ലാൻ ആയിരുന്നു. അടിച്ച് ഫിറ്റായിട്ട് കവിതോടുന്ന പനച്ചൂർ എന്ത് ചെയ്യുന്ന പറയുമ്പോ ഒരു ബോട്ടിൽ മദ്യം എടുത്ത് അങ്ങനെ മുഖത്തോട് വെച്ചിട്ട് ബാക്കി എടുത്ത് ഈ ഭ്രാന്ത ഇങ്ങനെ തലയിൽ കൂടെ ഒഴിച്ചു കൊടുക്കും.
അണ്ണാ നിങ്ങൾക്ക് എന്താ വയ്യേ? ഒരു വട്ടം തലേ കൂടെ മദ്യം ഒഴിച്ചതാ പോട്ട് അങ്ങേരത് നക്കിയെടുക്കണം എന്തിനാ? ഇമ്മാതിരി പ്രാന്തൊക്കെ വൺമാൻ ഷോയില് ലാല് മാത്രം കാണിക്കണം ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ പനച്ചോറ് അതിനേക്കാളും വലിയ മുതുഭ്രാന്ത. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൈ നീണ്ടു പോകുന്നു, ഗ്ലാസ് നിറയുന്നു, ഒഴിയുന്നു, അടിച്ച് പിമ്പിരിയാക്കുന്നു. അങ്ങനെ രാജസ്നേഹം സാർ ഒരു മുഴു കുട്ടീനെ മാറുകയാണ് ഗൈസ്. അതേസമയം അവിടെ എത്തുന്ന കൈലാശം കൂട്ടുകാരെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അടിച്ച് കിണ്ടി അവിടെ ഇരിക്കുന്നു. എന്നിട്ട് അവര് പുള്ളിയെ ചുമന്ന് സോഫയിൽ കൊണ്ട് കിടത്തിയൊക്കെയാണ്. അവിടെ കൂടിയുന്ന കുടിയന്മാരിൽ ഇത് കണ്ട് ജയ് വിളിക്കും. കാരണം അവർക്കൊരു പുതിയ കുടിയെ കൂടെ കിട്ടിയില്ലോ, കട്ടക്കിട ഒരാളുമായി. മീൻവെയിൽ നമ്മുടെ നായകന്റെ അനിയത്തിന്റെ വീട്ടിലൊരു കല്യാണം, അല്ല നായകന്റെ അനിയത്തിക്ക് ഒരു കല്യാണം. ഇതാണ് ചെറുക്കൻ. അവൻ എന്തോ നാറുന്നുണ്ടെന്ന് തോന്നുന്നത് മുഖം നോക്ക്, നെറ്റിൽ കുറി. അതിനിടയിൽ ഒരു കോള് വന്ന് കൈലാശം അവിടെ നിന്ന് ഇറങ്ങി പോകുമേ. സംഭവം വേറെ ഒന്നുമില്ല, ഇങ്ങനെ അടിച്ച് വീലായിട്ട് ഒരു ബാർ കയറി കിടക്കണം തറയിൽ. ഇങ്ങനെ പുള്ളി അങ്ങനെ പൊക്കിയെടുത്ത് കൊല ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോകണല്ലേ എടുത്തോണ്ട് വന്ന് വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് കിടത്ത് ബെല്ലടിച്ചിട്ട് ഓടിക്കളയും. തിരിച്ചവിടെ പിടിച്ചില്ലുമ്പോ എല്ലാരും അടിച്ച് ഓഫായി കിടക്കുകയാണ്. കാര്യം അറിയുമ്പോ കല്യാണ ചെറുക്കും വെള്ളം പോലും തുടർന്ന് ഒരു കുപ്പി എടുത്ത് അടിച്ച് കയറ്റിട്ട് പെണ്ണ് കാണാൻ വന്ന പെണ്ണിനെ കയറി കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതറിഞ്ഞ ഭീമൻ രഘു അവനെ അടിച്ച് കറക്കും. അത് മാത്രം അവന്റെ ഫോണിൽ നിന്ന് ഏതൊക്കെയോ സ്ത്രീകളുടെ, ഞാനതെങ്ങനെ നിങ്ങളോട് പറയും, ചേച്ചി പറയും. അതെ അവൻ ചതിച്ച് നശിച്ചവൻ. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഫോണിനകത്ത് എന്ത് വീഡിയോ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി എന്ത് ആകാംക്ഷയാണ്. ആ മുകളിലെ തല ഊരി കളഞ്ഞിരിക്കുന്ന പെണ്ണേതാണ്. അത് സീതാമോട് അനിയത്തി റോസി. അയ്യോ കൂടെ എത്തുന്ന തള്ളേതാണ്. കാദംബരി ആന്റി. അങ്ങനെ ആ കല്യാണം മുടങ്ങുകയാണ് കേസ്. ഇതൊക്കെയാണ് റീസൺ. ഇവരെല്ലാരും കൊണ്ട് മുകളിലത്തെ റൂമിൽ പൂട്ടിട്ടേക്കാണ്. അങ്ങനെ കൈലാശം അവരൊക്കെ തുറന്നു വിടും. ഈ സബ് രജിസ്റ്റർ ഓഫീസിൽ സബ് രജിസ്റ്റർ കാണാത്തത് കൊണ്ട് അവള് ജനക്കൂട്ടം അപ്പൊ വേണ്ട നിൽക്കുന്ന സബ് രജിസ്റ്റർ പുള്ളിയാകെ അടിച്ചു പിടുത്തോ എന്ന് സബ് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങും. അപ്പൊ പണിയൊന്നും നല്ല എടുക്കണില്ലെന്ന്. അതിന്റെ ഇടയിലെ ഒരു സ്പിരിറ്റ് പിടിച്ചതിന്റെ കേസിൽ 25 ലക്ഷം രൂപ 5 ബോട്ടിൽ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കലാപം മണി അവിടെ വരുമേ. ഇത് కొంచెం ഓവർ തന്നെ പറഞ്ഞ് കൈലാശ് അത് വീഡിയോ എടുത്ത് വെച്ചിട്ട് ന്യൂസിൽ കൊടുത്ത് മണിയെ പൂട്ടിക്കും. അതോടുകൂടി മണി ഖത്തം. മീൻവേല ഏതൊരു റാൻഡം ബസ് സ്റ്റോപ്പിൽ തപസ്സിരിക്കണം നമ്മുടെ രാജസ്നേഹം സാറ്. അപ്പൊ വശീകരിക്കാനായിട്ട് അവിടെ ഒരു സ്ത്രീ വരുമേ. ബസ് സ്റ്റോപ്പിൽ ചുമ്മാ ഇരുന്ന് അങ്ങനെ പിടിച്ച് ലോഡ്ജ് കൊണ്ടുപോകും. അല്ലാതെ എന്തിനാണ്, എന്ത് കാര്യത്തിലാണത്? കള്ളുപിടിച്ച ഒരു മനുഷ്യൻ ഇത്രത്തോളം അതപ്പതിക്കുന്നു കാണിക്കാൻ വേണ്ടിയാണ്. അവിടെ ഒരു ബംഗാളിൽ എത്താത്ത ഷർട്ട് ഇട്ടിരിക്കുന്ന രാജസ്നേഹ സാറിന് ഒടുവിൽ ഫാമിലി വന്ന് ബില്ലൊക്കെ അടിച്ച് ഇറക്കിക്കൊണ്ട് പോകും. ഈ കുടിയൊക്കെ നിർത്താൻ രാജസ്നേഹ സാറിന്റെ ഭാര്യ ഒരു ഐഡിയ കണ്ടുപിടിക്കും. എന്താണെന്ന് അറിയാമോ? എല്ലാ കുടിയന്മാരെയും ഭാര്യനെ വിളിച്ചു വരുത്തിട്ട് പറയും, നമ്മളും കുടിക്കണം, നമ്മുടെ മക്കളും കുടിക്കണം, എന്നിട്ട് ക്യാൻസറും ലിവർ സിറോസിസും ഒക്കെ വരണം, മരിക്കണം, ഓരോ സ്ത്രീയും മരിക്കണം, എന്നിട്ട് അവരൊക്കെ നമ്മളെ ഓർത്ത് കരയണം. അത് നല്ലൊരു ഐഡിയ ആണ്. പെണ്ണുപിള്ളി നിങ്ങൾക്ക് ചവണ നിങ്ങൾ കള്ള് വാങ്ങിച്ചു കുടിച്ച് ചാവ്, അല്ലെ ഇച്ചിരി വിഷമാണ് വാങ്ങിച്ചു കുടിച്ച് ചാവ്. എന്തിനീ കൊച്ചു പിള്ളേരെ നാട്ടുകാരെ മൊത്തം കൊല്ലണ? വല്ലാത്തൊരു ഭയാനകമായ സ്ത്രീ തന്നെ കിട്ടും നിങ്ങൾ. അങ്ങനെ അവര് കള്ള് കുടിക്കാൻ തീരുമാനിക്കുമെങ്കിലും അവർക്ക് കള്ള് കുടിക്കാൻ പറ്റൂല ഗൈസ്. അതേസമയം അവർ വാങ്ങിച്ച കള്ളെല്ലാം കൂടി ആ കുടിയന്മാരൊന്ന് മാറ്റിട്ട് പോകും. അപ്പൊ പെട്ടെന്ന് നായികയുടെ ഫോണിലേക്ക് ഒരു റാൻഡം കോൾ വരികയാണ്. എന്നിട്ട് പറയും, നീ എനിക്ക് വഴങ്ങി തരണമെന്ന്. ഇത് ഇവനാണെന്നും പറഞ്ഞ് ആ പെണ്ണുപിള്ള ഇവന്റെ വീട്ടിൽ നിന്ന് ബേളം വെക്കുമേ. പക്ഷെ അവൻ കണ്ടുപിടിക്കും അത് അവനല്ല, ആ വിളിച്ച ആള് അത് കോളേജിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ദേ ലിവനാണ്. ലിവൻ. അങ്ങനെ ആ ബാറിനകത്ത് വെച്ച് അവിടെ ഒരു ഫൈറ്റ്. അതിനിടയിൽ പാവപ്പെട്ടൊരു ജിമ്മിന് കള്ളിൽ വിമ്മ കലക്കി കൊടുത്ത് സുരാജ് അവന്റെ ബാത്റൂമിലാക്കും. ഇനി ഇവരുടെ വീട്ടിലൊരു കുടുംബകലഹം ഉണ്ടാവുകയാണ്. അതായത് കള്ള് കൂടി നിർത്തണമെന്നും കള്ള് ബിസിനസ് വിടണമെന്നും നമ്മുടെ കൈലാശ് പറയും. അത് കാരണം ആ കുടുംബത്തിലൊരു കലഹം ഉണ്ടാവുകയാണ്. അതിനിടയിൽ നമ്മളെ KPC ലളിത തലയിറങ്ങി വീഴും. ഈ മനോഷുപത്തിൽ ഒരു 5 ബോട്ടിൽ ഒറ്റയിരിപ്പിന് കുടിച്ച് നമ്മളെ കിളവനും ആശുപത്രിയിലാക്കും. തൊട്ടപ്പുറത്തെ വാർഡിൽ നമ്മുടെ രാജസ്നേഹം സാറും കിടക്കുകയാണ്. എങ്ങനെയാണെന്ന് അറിയാമോ? അങ്ങനെ ലിവർ സിറോസിസ് എന്ന്. ഇവിടെ അങ്ങേരെ ആകെ 4 ദിവസമല്ലേ ആയുള്ളൂ കൂടി തുടങ്ങിയിട്ട്. അതിനിടയ്ക്ക് ലിവർ സിറോസിസ് വന്നാൽ അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള 99.9% പേർക്ക് ലിവർ സിറോസിസ് കാണും. അപ്പൊ നോക്കുമ്പോൾ നമ്മൾ രാജസ്നേഹ സാറിനെ കാണാനില്ല. പുള്ളി ഇറങ്ങി എവിടെ പോയെന്ന്. അയാൾ ഇവരെല്ലാം ഇവിടെ തൂക്കിക്കൊണ്ട് വരികയാണ്. അപ്പൊ ഇവര് വിചാരിക്കും കള്ളു കുടിക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങി പോയാണെന്ന്. പക്ഷെ അതല്ല സത്യം. പുള്ളിയെ കള്ളുകൂടി നിർത്തിയാണ് തൊട്ടപ്പുറത്ത് ബിവറേജ് കയറി എല്ലാ കുപ്പിയും അടിച്ച് പൊട്ടിച്ചെന്ന്. അയ്യോ പിന്നെ പണി പോയ നമ്മുടെ കലബൊമ്മണിയും ഭാര്യയും ഇവിടെയാണ് പണിയെടുക്കുന്നത്. ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ആയിട്ട് അവിടെ വെച്ച് തന്നെ രാജസ്നേഹ സാർ ഇവരെല്ലാരും കൂടി കൈലാശിന്റെയും ഇവിടെ കല്യാണം അങ്ങ് ഉറപ്പിക്കുകയാണ്. ഈടാ ഇത്രയും ബലാത്സംഗം വീരന്മാരായ ഫാമിലിട്ട് ആ പെണ്ണിനെ കെട്ടിച്ചു പറഞ്ഞ ഒന്നുകൂടെ ആലോചിച്ചൂടെ? അല്ലെ തന്നെ ഉമ്മാർക്ക് ആദ്യം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാവുമായിരുന്ന. എന്തായാലും ഇവര് കള്ളുകൂടി നിർത്തുന്നു, കല്ല് കച്ചവടം നിർത്തുന്നു, അവർ കൃഷിയിലോട്ട് അങ്ങനെ ഇറങ്ങുകയാണ്. അവിടെ വെച്ച് തന്നെ കൈലാശിന്റെ അനന്യരെ കല്യാണം ഉറപ്പിക്കും. അതോടുകൂടി പടം ശുഭ എന്റെ പൊന്നു ഗൈസ്. 2010 രാജസ്നേഹ സാർ എടുത്തു വെച്ച പടം ഉണ്ടല്ല, ഇന്ന് കാണുമ്പോൾ നമുക്ക്
കോമഡി ആയിട്ട് തോന്നുമെങ്കിലും അന്നും ഈ പടം കോമഡി ഉണ്ടായിരുന്നു. ഇത് അന്നും വിജയിക്കാതെ പോയ ഒരു പടമാണ്. ഈ സിനിമയില് കോമഡി എന്ന പേരിൽ എന്തൊക്കെ കാട്ടാപരാധങ്ങളാണ് കാണിച്ചു വെച്ചേക്കണെന്ന് വെച്ചാൽ തമ്പുരാന് പോലും അറിഞ്ഞൂടാ. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കഥ എഴുതാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കാനും പറ്റണം. മദ്യം വെച്ചൊരു സിനിമ എഴുതാൻ പറഞ്ഞപ്പോഴത്തേക്കും മദ്യം വെച്ചൊരു മഹാലഹള എഴുതി വെച്ചേക്കണത്. അപ്പൊ ശരി ഗൈസ്, അപ്പൊ എല്ലാവരും ഓർക്കും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, പുകയെ പിടിപ്പത് കുറ്റുണ്ണുവഴി ഒരു വാക്കും മധു അരന്തതൽ. അപ്പം എന്തായാലും നമുക്കൊരു പുതിയ വീട്ടിൽ ഇനിയും കാണാം ഗൈസ്. ഞാൻ പോയി രണ്ടെണ്ണം അടിക്കട്ടെ. നമ്മളപ്പോൾ ഇനിയും കാണും. Thanks. Love you.